ശ്രുതിയിൽ ചേരും ഇവനുടെ മോഹസലാപം തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ മനസ്സിൻ്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോല ചുണ്ടിൽ കത്തിയൊരീണത്തിൻ തുള്ളി ഈ വിരൽ തുമ്പിലെ താളം പോലും എൻ്റെ നെഞ്ചിനുൾ തുടിയാണെന്നും ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ എന്നുള്ളിൽ തുടിച്ചതും ഇവനെ കാണാനല്ലോ കാണാനൊരു മഞ്ഞില പോലെ ഇവൻ അകലുമ്പോൾ മോഹം മൃദുമൗനം പോലും സംഗീതം. ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞാൻ പുതിയൊരു പണി ചെയ്യാനായിട്ട് തീരുമാനിച്ചു, പുതിയ പണി തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ ഒരു പണി അല്ലെങ്കിൽ വേറൊരു പണി ചെയ്താണെങ്കിലും എങ്ങനെയാണെങ്കിലും വരുമാനം കണ്ടെത്തി നമ്മൾ സന്തോഷമായിട്ട് മുമ്പോട്ട് ജീവിക്കണം. അതല്ലേ മനുഷ്യർ ചെയ്യേണ്ടത് അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം യൂട്യൂബിൻ്റെ വലിയ പൈസ കയറുന്നില്ല, അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് കുറച്ച് ദിവസമൊക്കെ പോയി ചെയ്തെങ്കിലും അതും അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പണിയും കൂടെ ആവട്ടെ, പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെയല്ലേ ഓരോരുത്തരും പഠിക്കുന്നത് അല്ലേ? അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു പണിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആ പണിയുടെ ഭാഗമായിട്ട് ഇന്ന് ഇച്ചിരി തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതിനിടെ നമുക്ക് വീഡിയോയും വേണമല്ലോ. അപ്പം വീഡിയോയുടെ ഇൻട്രോ ആക്കി എടുത്തിട്ടാട്ടെ ഒട്ടും ബാക്കിയുള്ള പരിപാടികളിലോട്ട് കിടക്കാനായിട്ടും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്ത് പണിയാണെന്നൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ വീഡിയോയിലൂടെ തന്നെ കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം. കാരണം ഏത് രീതിയിലാണെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അപ്പം ഭക്ഷിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവനവൻ്റെ വിയർപ്പ് കൊണ്ട് വിയർപ്പൊഴുകി കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഏത് രീതിയിലാണെങ്കിലും കഷ്ടപ്പെടാൻ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മൾ വലിയ മൈൻഡ് ചെയ്തില്ല. നമ്മൾ എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകും. ഇതിൽ എത്ര കണ്ട് ശോഭിക്കും വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ അതുകൊണ്ട് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങുക. അപ്പോൾ എന്നതാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പോയി കണ്ടു. ഏത് ജോലിയാണ് ഇനി പോകുന്നത്, എന്നാ പണിക്കാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടോ. ഇന്ന് മുഴുവൻ നനഞ്ഞു കേട്ടോ. നല്ല കാറ്റുണ്ട്, മഴയും ഗംഭീരമായിട്ട് പെയ്യാൻ പോകാൻ തോന്നുന്നതിലും നന്നായിട്ടൊന്ന് പെയ്തായിരുന്നെങ്കിൽ ദൈവമേ. നല്ല മഴ, വലിയ തകർപ്പ് മഴയല്ല, എന്നാലും നല്ല ശക്തി പെയ്യുന്നുണ്ട് കേട്ടോ. ആഹാ, നല്ലൊരു സുഖം, നല്ല തണുപ്പും. മഴയാണോ? മഴ. ഞാൻ ഈ മാങ്ങാക്കൂട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് മാങ്ങായും കൂടെ ഉണ്ട് ഇരിപ്പ്. ചിലപ്പോൾ എപ്പോഴും ഒന്നും കിട്ടിയെന്നിരിക്കില്ല. കിട്ടുന്ന സമയത്ത് നമ്മളത് വേണ്ട വിധം വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലേ? നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ഞാൻ പാട്ടിട്ട് റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പം ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ബാക്കിയുള്ള മാങ്ങയും കൂടെ അങ്ങനെ ഇട്ടേക്കാം, എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് ആ റീൽസിനകത്തെ പോലൊക്കെ തന്നെയാണ്. കായം, പിന്നെ മുളക്, മഞ്ഞൾപ്പൊടി, ഉലുവായും കടുകും കൂടെ വറുത്ത് പൊടിച്ചത്, ഈ അത്ര സാധനം ഉള്ളൂ മസാലകളായിട്ട്. പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ നല്ലെണ്ണയ്ക്കകത്ത് കേട്ടോ. പിന്നെ ഞാൻ വിനാഗിരി ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല, വിനാഗിരിയും വെള്ളവും ഒന്നും ചേർത്തില്ല. ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്, എന്നാൽ ഓവർ പുളിയില്ലതാനും. പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാങ്ങാച്ചാറൊക്കെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇത് കൂട്ടി ഒരു കഷ്ണം കഴിച്ച് നോക്കിയപ്പോൾ ഇതേ എടുത്ത് കഴിച്ച് മാത്രം ഇരിക്കുന്നുണ്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒത്തിരി ഓവർ എരിവില്ല, പക്ഷെ നല്ല ഇതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൂടെ ഉണ്ടാക്കിയേക്കാം. പിള്ളേർ ആരെങ്കിലും വരുമ്പോഴേ കൊടുക്കുവോ കഴിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. എപ്പോഴും മാങ്ങ കിട്ടത്തില്ല. ഇത് നമ്മളിവിടെ തൊഴിലുറപ്പിന് പോയപ്പോൾ ലേച്ചിച്ചിട്ട് പറമ്പ് ഈ മാങ്ങ ഉണ്ട്. അവിടെ ഞാനും സൂസിയും കൂടെ പറിച്ച കേട്ടോ. സൂസി ആൻറ്റീന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാൻ ചുമ്മാ സൂസിന്ന് കൊഞ്ചിച്ച് വിളിക്കുന്ന കേട്ടോ. ആളും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പറിച്ചതാണ്. ഇത് ശരിക്കും അങ്ങോട്ട് മൂത്തിട്ടില്ലേ മാങ്ങ. പിന്നെ
ഇത് കുരു അതിൻ്റെ വലുതായിട്ട് അങ്ങ് കട്ടിയായിട്ടില്ല. ഇച്ചിരി വിളഞ്ഞ മാങ്ങയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഒക്കെ നോക്കിക്കോ. അതാ ഞാൻ പിന്നെ ഇത് കളയാണ്ടങ്ങ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചേ. എനിക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാണല്ലോ അത് നശിപ്പിക്കാണ്ട് ആക്കി വെച്ച് വെച്ചാൽ നമുക്കല്ലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. കഴിക്കുന്ന സാധനം, ഭക്ഷണ സാധനം എന്നെ കിട്ടിയാലും ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഓരോ രീതിയിലാക്കി വെച്ച് നോക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നവർക്കോ അല്ലെ അയൽവക്കക്കാർക്കോ ഒക്കെ നമുക്ക് കൊടുക്കാമല്ലോ, അല്ലേ? അതെനിക്കിഷ്ടമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അടുത്ത ആഴ്ച അമ്മൂന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓർത്തു വിഷുവിന് എന്നാണെങ്കിലും വരുമല്ലോ. എപ്പോഴാണ് വരുന്നത് നമുക്കറിയത്തില്ല. വിഷുവിന് എന്തായാലും വരും. വരുമ്പം ഉണ്ടാക്കി വെച്ചേക്കാം. അല്ലെ ഇന്നത്തിന് മാങ്ങ ചീത്തത്തില്ലേ. ഇതാകുമ്പോൾ ഇപ്പോൾ പറിച്ച ഉടനെ ചോന ഒഴുകുന്ന പച്ച നല്ല ഫ്രഷ് മാങ്ങയല്ലേ. അതുകൊണ്ട് എന്നാ അങ്ങ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെയും കൈ മാങ്ങ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ. മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് അല്ല, വേറൊരു നല്ല ടേസ്റ്റാണ്. അതാ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവനെയും കൂടെ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ശരിയാക്കി ഇത് വെക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. അന്നേരം ഒന്നുകൂടെ അതിൻ്റെ ആ ഫ്ലേവറും കൂടെ കിട്ടിയല്ലേ. പിന്നെ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ച് ചേർത്താലും മതി. ഞാൻ ഇവിടെ എടുത്തോണ്ട് മുമ്പേ ചെയ്തതിൻ്റെ ബാലൻസാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനകത്തോട്ട് ഇച്ചിരി കൂടെ എടുത്തിട്ട് പൊളിച്ചാൽ മതിയല്ലോ. കയ്യോടെ തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നാളത്തേനെ വെക്കണ്ട, നാളെ നീളം അല്ലേ. എന്തൊരു കാര്യമാണെങ്കിലും അത് അപ്പം ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നി ആ ഒരു മൂടോടെ ഇരിക്കുമ്പോൾ അങ്ങ് ചെയ്യുവാണേലേ നല്ലതല്ലേ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എന്നതാ കപ്പളങ്ങ അച്ചാറിട്ട് അങ്ങോട്ട് കുമാരി ചേച്ചിക്കൊക്കെ കൊടുത്തു വിട്ടില്ലേ. അത് കറിയോ എന്തോ ചോദിച്ച് അമ്മാമ്മ അവിടെ ചെന്നപ്പോൾ അമ്മാമ്മയ്ക്ക് കുറച്ച് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞേ. കുറച്ച് നേരം ഉണ്ടായിരുന്നല്ലോ. അമ്മാമ്മ അത് തന്നെയും പിന്നെ പറിച്ചായിരുന്നു. സിന്ധു അത് നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ, നീ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇച്ചിരി തരണം കേട്ടോ. ആരാ കൂടുതൽ എനിക്ക് ചേട്ടായി വിളിച്ചതാണേ എന്നാ സാധനം അറിയണ്ടേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനീ പറഞ്ഞവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വേണം. ഈ ദാരിദ്ര്യം മേടിക്കുന്നത് ചിലരുടെ വീട്ടിൽ ചില മോഡലിൽ നമുക്ക് സങ്കടം തോന്നും. എന്നാന്നറിയോ, ഉപ്പുണ്ടേ മുളകില്ല, മുളകുണ്ടേ മഞ്ഞളില്ല. അങ്ങനല്ലെന്നേ ദാരിദ്ര്യം മേടിക്കരുത്. പ്രത്യേകിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും നമ്മുടെ കയ്യിലുണ്ടല്ലോ 2 പാക്കറ്റെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. ഇത് കൊള്ളത്തില്ല, അത് ഒരുപാടിയുമായിരിക്കും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇത്രയും മാങ്ങയും കൂടെ ഞാൻ അങ്ങോട്ട് ഇടാൻ പോവാം. ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്നന്ന് ചേട്ടായി വിളിച്ച് ചോദിക്കും. അത് ഇപ്പോഴല്ല, ചേട്ടായി മേടിച്ചുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴല്ല, ഞാൻ തന്നെയുള്ളപ്പോഴാണേലും എനിക്ക് വീട്ടിൽ സാധനങ്ങൾ വേണം. ദാരിദ്ര്യം മേടിച്ച് അങ്ങനെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. എല്ലാ സാധനവും വീട്ടിൽ വേണം. ഒരിടത്തോട്ട് ഓടിപ്പോയി നമ്മൾ അത് തരാമോ ഇത് തരാമോ എന്ന് ചോദിച്ചു പോകാനായിട്ടുള്ള ഒരു അവസ്ഥ വരരുത്. പിന്നെ എൻ്റെ ഈ ചിലപ്പോൾ തീർന്നു പോകുന്ന വല്ല തക്കാളിപ്പഴമോ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറി ഐറ്റംസിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ അങ്ങനെ എന്തെങ്കിലും തീർന്നു പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പലചരക്ക് സാധനവും ഞാൻ എൻ്റെ ദൈവത്തിന് എന്തായിട്ട് പറയല്ല, ഒത്തിരി അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാം. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ സാധനങ്ങളും വേണം. ഓർക്കാപ്പുറത്ത് 2 പേര് കയറി വന്നാൽ ആ ഒരു ദിവസമെങ്കിലും നമുക്ക് എല്ലാ രീതിയിലും പെട്ടെന്ന് അന്നേരം ഓടിപ്പോയി മേടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഫുഡ് കൊടുക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ ഈ വേണം. ശരിയല്ലേ? അപ്പോൾ ചേട്ടാ എല്ലാ ദിവസവും വൈകിട്ട് വിളിച്ചിട്ട് എന്നാടി മേടിച്ചോണ്ട് പറഞ്ഞേന്ന് ചോദിക്കും. എന്നാ വേണ്ട എന്നാ എല്ലാത്തിനും ചോദിക്കും. അപ്പം ഞാൻ ഇല്ലാത്ത സാധനങ്ങളുടെ പേര് പറയും, അത് വാങ്ങിച്ചോണ്ട് വരും. ഇപ്പം നമ്മൾ മസാലക്കൂട്ടുകൾ പിന്നെ എന്നാ പറയുന്നത് ഒന്നിനും അച്ചാർ പൊടി അങ്ങനെ സാമ്പാർ പൊടിയോ പിന്നെ എന്നാ പറയുന്നത് മസാലകളോ ഒന്നും അങ്ങനെ മേടിക്കുന്നില്ല. നമ്മളെല്ലാം സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഗരം മസാലയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കറിയൊക്കെ വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ടേസ്റ്റ്, പഴയ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ഇവനെ കൂടെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി. അങ്ങനെ തകർപ്പനൊരു മഴ പെയ്തു. ഇതേ സിറ്റൂട്ടി മൊത്തം വെള്ളമാണ് കേട്ടോ. പിന്നെ ചേട്ടായി വന്നാൽ ഈ ചവിട്ടിയെ കൂടെ കയറിയേ വരത്തുള്ളൂ. ഇനിയിപ്പോൾ രാവിലെ തുടയ്ക്കാം. കറണ്ടൊന്നുമില്ല കേട്ടോ കേട്ടോ. എന്നിട്ട് മഴയൊക്കെ പെയ്ത് മാനം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. ഇനിയും അവിടെ കാർമേഘം ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്യും. പിന്നെയും പൊടിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുഞ്ഞായിട്ട് പൊടിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചെടികൾക്കൊന്നും കിട്ടത്തില്ല. അവനെയും കൂടി ഇച്ചിരി അങ്ങോട്ട് നീക്കി വെക്കേണ്ടതായിരുന്നു ഞാൻ ഓർത്ത്. മുന്നൊക്കെ ഒന്നും ഒഴിച്ചു കൊടുത്തുമില്ല വെള്ളം. നല്ല പ്രകാശമേ, നല്ല തെളിഞ്ഞിങ്ങനെ നല്ലൊരു ഇതുണ്ടോ ഇങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോഴേക്കും നല്ല വെട്ടം കേട്ടോ. പക്ഷെ പെരയ്ക്കകത്ത് അന്ധകാരം കൂരിരുട്ടെന്ന് വെച്ചാൽ കൂരിരുട്ടം. അവിടെ ഇനിയും മഴക്കാറ് വരുന്നുണ്ട്, പെയ്യുമായിരിക്കും. ചിലപ്പോൾ ഇനിയും പെയ്യുമായിരിക്കും. കറണ്ടൊക്കെ പോയി, എല്ലായിടത്തും കണ്ടുപോയി, താഴെയും കണ്ടില്ല. രഞ്ജിത്ത് പിന്നെ അവിടെ ഇപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കൈക്ക് വയ്യാണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് അവൻ കടയിൽ പോകുന്നിരിപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു കറണ്ട് ഉണ്ടോ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇടി കുടുങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ ഭയങ്കര മഴയായിരുന്നു, തകർപ്പ മഴയായിരുന്നു. നല്ല മഴയാണ് കിട്ടിയത് കേട്ടോ.
മഴ കിട്ടിയില്ലെങ്കിൽ വെള്ളം ഒത്തിരി ബുദ്ധിമുട്ടാവും, ഒത്തിരി മനുഷ്യർക്കേ വെട്ടി പോകുന്നത്. വയറൊക്കെ വീർത്തിരിക്കുക കേട്ടോ, ഗർഭിണിയാണ്. ആരുടെയാണെന്ന് അറിയത്തില്ല. ബാ ബാടി ബാ, ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് വാ. ബാ. അയ്യോ പുസി പുസി ഇങ്ങോട്ട് ഒളിച്ചിരിക്കണേ. ബാ. അയ്യോ അയ്യോ രമ്മേ, നീ എവിടുത്തെയാടി? നീ എവിടുത്തെയാന്ന്? അക്കരേന്ന് പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, ജോസിയാൻ്റെയൊക്കെ അവിടുന്ന്. സന്ധ്യ ആകുമ്പോഴത്തേനും അവിടെ 2 കുഞ്ഞുമക്കളുണ്ട്, അതുകൊണ്ട് നല്ലൊരു ബഹളമാണ് അവിടുന്ന്. കുളിപ്പീരും പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല ഒച്ചമകളും കേൾക്കാം. അമ്മയും മക്കളും കൂടെ, അമ്മച്ചിയും മക്കളും കൂടെ, വെല്ലുമ്മയും മക്കളുമേ. അയ്യോ മകൻ്റേതും ഉണ്ട് മകളുടേതും ഉണ്ട്. അതാ അവിടുന്ന് ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇതായിട്ടുണ്ട്, ഇങ്ങനെ പൊളിച്ച് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം കുറച്ച് പെയിൻറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊന്ന് അടിച്ച് നോക്കാൻ പോകും. എത്ര കൊണ്ട് വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, എത്ര കൊണ്ട് ശരിയാവുമെന്നും അറിയത്തില്ല. നോക്കട്ടെ. വേണ്ട, അവിടെയും ഇവിടെയൊക്കെ ഞാനൊരു സാധനം തേച്ച് വെച്ചു കേട്ടോ. എന്നാന്നറിയോ, ഒന്ന് നോക്കാം, പരിശ്രമിച്ച് നോക്കാം. ആ കറുത്ത പാണ്ടൊന്ന് മാറി കിട്ടുവാണെങ്കിലേ. ഇതുകൊണ്ട് ഇവിടെ ഒരു ശകലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ റൂമിൽ ഇച്ചിരി സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇത് കണ്ടോ. അപ്പം അവിടെയൊക്കെ ഒരു സാധനം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത കൂടെ തേച്ച് വെക്കാം. ചേട്ടായി എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോയെന്ന് അറിയത്തില്ല, പുതിയ പടി. അത്ര മോശമൊന്നുമല്ല കേട്ടോ, ഫാൻ ഉണക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് കാണും. ഇവിടെയൊക്കെ മുമ്പേ കറുത്തല്ലേ ഇരുന്നേച്ചത്? അതെ, ഇതിൻ്റെ കീഴൊക്കെ നോക്കിയേ, അപ്പടി കറുത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്നില്ലേ. അപ്പം ഞാൻ അത്ര മോശക്കാരിയൊന്നുമല്ല. കണ്ടോ, ഇവിടെ ഇല്ലായിരുന്നു ഒരു വലിയ കുഴി, പക്ഷേ ഉണ്ടല്ലോ ഇവിടെ അറിയുന്നില്ലേ, പക്ഷെ പുട്ടിയിട്ടോടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയൊരു ഇത് പോണക്ക്. ഇവിടെ അറിയത്തില്ല കേട്ടോ. ഇവിടെ ഞാനിപ്പം നിങ്ങളെ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാവേ. ഞാനിതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന പണിയാണ് കേട്ടോ. എന്തായാലും ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ട്, ഈ സൈഡ് ഒക്കെ ഇരിക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ അവിടെയൊക്കെ. അലമാരിയുടെ പുറകോട്ടും ഉണ്ട്, പക്ഷേ അലമാരിയുടെ പുറകെ എനിക്ക് എത്തുന്നോടൊക്കെ ചെയ്യാം. കണ്ടോ, ഇത് കണ്ടോ അവിടെയൊക്കെ. അപ്പം എന്തേ ഇപ്പം മോള് വശം എങ്ങനെയുണ്ട് കണ്ടോ? വലിയ പിന്നെ ഫിനിഷൊന്നും അല്ലെങ്കിലും കാണുമ്പോൾ അത്യാവശ്യം വൃത്തിക്കായിട്ടുണ്ട് കേട്ടോ. അതെ, പുട്ടി അടിക്കാത്തതോടെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു പ്രശ്നവും ഇല്ല. എവിടെയാണ് നമ്മൾ ചെയ്തതെന്ന് പോലും അറിയത്തില്ല. കണ്ടോ, പുട്ടി ഇട്ടോടാണ് ഒരു പ്രശ്നമായത്. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കേട്ടോ, അത്ര പെട്ടെന്ന് അറിയത്തില്ല. ഇതേ അവിടെ മാത്രം 2 വലിയ കുഴി, അത് പൊത്തടയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ അത്ര പെട്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ അത്ര പെട്ടെന്ന് അറിയത്തില്ല. കണ്ടോ, എന്തായാലും കണ്ടോ. സോറി, ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഞാനിവിടെ ജനൽ പറഞ്ഞിട്ട് അതിനൊന്നും മണം, പെയിൻറ്റിൻ്റെ മണമൊന്നും പോട്ടെ എന്നിട്ട്. ഇവിടെയൊക്കെ കണ്ടോ കറുത്തിരിക്കുമല്ലോ ഇത്. ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ ഒരു മോതിരി അപ്പടി വൃത്തിയായിട്ടിരിക്കുന്നത് താഴ്ഭാഗമൊക്കെ. അപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടായി വരുമ്പം ചോദിക്കാം വീടിന് വല്ല പ്രത്യേകതയുണ്ടോയെന്ന്. ഇനി ഇതേണ്ട സെറ്റ് കവറും കൂടെ ഒന്ന് വിരിക്കട്ടെ. വെങ്കോട്ടിൻ്റെയൊക്കെ വിരിച്ചു, ഭിത്തിയെ മുട്ടിക്കാതിട്ടേക്കാണ്. മഴയ്ക്കുള്ള മൂടൽ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇനി സെറ്റ് കവറും കൂടെ ഒന്ന് വിരിക്കട്ടെ. ഇന്ന് രാവിലെ എൻ്റെ കണവൻ എനിക്ക് മുല്ലപ്പൂവൊക്കെ തന്നിട്ട് പോയതാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചതാണ്. നല്ല സ്മെല്ല്. അങ്ങനെ പഴയ പടുതി ഏകദേശമൊക്കെ ഒന്നാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ മതി, ഇനി ഇപ്പോൾ ഉടനെ പടി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ അവൻ്റെ. എനിക്ക് ചേട്ടാ മുല്ലപ്പൂ ഞാൻ പൊന്നുകണക്കോട് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മൂൻ്റെ റൂമൊക്കെ ബെഡ്ഷീറ്റും എല്ലാം മാറ്റി കഴുകിയിട്ടു. അതെല്ലാം 2 ദിവസം കഴിഞ്ഞ് വിരിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അവിടെ ആരും കിടക്കുന്നില്ലല്ലോ. അവിടെയും ജനലൊക്കെ തുറന്നിട്ടൊക്കെ കാറ്റ് കയറട്ടെ. ഉണ്ടോ, ഇനി ഈ മുറിയും കൂടെ പെയിൻ്റ് അടിക്കണം. ഈ മുറി അടുക്കളയൊന്നും പെയിൻ്റ് അടിച്ചില്ലായിരുന്നു നമ്മൾ. കുട കൊണ്ടുപോകാൻ മറന്നു കേട്ടോ. വൈകിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടിടുന്നത്, പക്ഷേ മറന്നു പോയെന്ന് തോന്നുന്നു. ഇത് ഷോള് കഴുകാൻ എന്താണെന്ന് വിചാരിച്ച് ഞാനൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് ഓർത്ത് എടുത്ത് വെച്ചാൽ ഇട്ടതാണ് കേട്ടോ. കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇത് പോവുമായിരിക്കും പകട്ട്. പിന്നെ ഇനി ഒരു മുട്ടൻ പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ പിള്ളേരുടെ അലമാരിയിലിരുന്ന തുണിയെല്ലാം കൂടെ വെയിലത്ത് കൊണ്ടിട്ടത്. അത് കണ്ടോ, മല പോണക്കൊണ്ടിനി പിള്ളേരുടെ 3ൻ്റെ ഉണ്ട് അവരുടെ. ഇനി അതൊന്ന് മടക്കി റെഡിയാക്കി സെറ്റാക്കി വെക്കണം. വെയിൽ കുളിച്ച് വെക്കാമെന്ന് ഓർത്തേ. പൊടി ഇനിയിപ്പോൾ ഈ ആഴ്ചനും വന്നാലോ. അതേ സേവരേട്ടനും കൊണ്ടുപോയി ഇട്ടേക്കുന്നുണ്ട് ഗ്രാമ്പു. അരി ഇടാൻ വേണ്ടി ടിന്ന് കഴുകി വെച്ചാൽ കേട്ടോ. ചേട്ടായി കുത്തരി മേടിച്ചോണ്ട് വന്നു, അതിട്ട് വെക്കാൻ വേണ്ടി ടിന്ന് കഴുകി ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഇത് കുറേശ്ശെ വരി കൊണ്ട് പോട്ടെ.
പിള്ളേരുടേതാണ് കേട്ടോ. അലക്കി അലമാരിക്കകത്ത് മടക്കി വെച്ചിരുന്നത്. ഇനി ഇവനെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കണം. അയ്യോ 3 പേരുടേതും ഉണ്ട്. അത് കൊള്ളുന്നതുകൊണ്ട് നല്ലതും ഉണ്ട്, നീട്ടിയിടുന്നതുകൊണ്ട് ചീത്തയും ഉണ്ട്, എല്ലാം ഉണ്ട്. കൂട്ടി കുഴച്ചൊരു പരുവാക്കി വെച്ചേക്കുക. ഉണങ്ങാനായിട്ടിട്ടപ്പോൾ എല്ലാം കൂടെ വാരിയിട്ടു. ഇനിയിപ്പോൾ അത് എല്ലാം വേറെ വേറെ സെറ്റാക്കി റെഡിയാക്കി വെക്കണം. കണ്ടോ അടുക്കി വെച്ചേ. ഇത് ചൂനൻ്റെ നിക്കറുകളും ഷഡ്ഡികളും ചൂനൻ്റെ കുഞ്ഞുടുപ്പുകളും നീട്ടിയിടുന്നത്. 1-2 നല്ലതുണ്ട് കേട്ടോ. പിന്നെ വിഷ്ണുവിൻ്റെ തീരെ കുറവാണ്. വിഷ്ണുവിൻ്റെ ഇത്രയേ ഉള്ളൂ. അമ്മൂൻ്റെ നല്ലതാണ്. അത് മൊത്തം അത്രയും അമ്മൂൻ്റെ നല്ലത്. അമ്മൂൻ്റെ നീട്ടിയിടുന്നത്. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഞാൻ ഒരു കവറിനകത്താക്കി വെച്ചു. അത് അമ്മ നേരത്തെ പറഞ്ഞ് കിടക്കിയല്ലോ. ഇപ്പം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. എന്നാന്ന് വെച്ചാൽ പൊടി പിടിച്ചല്ലോ എന്നൊരു എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നന്നായിട്ട് വെയിലും കൊള്ളിച്ച് നല്ലതായിട്ട് മടക്കി വെച്ചു. അപ്പോൾ ഇത്രയും നേരം ഓരോരോ പരിപാടികളായിരുന്നു. ഇനി വിളക്ക് കത്തിക്കാൻ സമയമാകാറാകുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്ക് വിളക്കൊക്കെ ഒന്ന് കഴുകി തുടച്ച് കുട്ടപ്പനാക്കി ഇവിടെയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കാം അല്ലേ. കരോട്ട പട്ടി കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് കൂവുന്നുണ്ട്. അവർ എങ്ങാണ്ട് പോയി കഥ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമമൊക്കെ ചൊല്ലി കേട്ടോ. അപ്പോൾ ഇനി എന്നാ പറയുന്നത്, ഇച്ചിരി നേരം മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി പോവാണ്. ശരസമയം ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കും കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കരോട്ട ആ പട്ടിക്കുഞ്ഞ് ഭയങ്കരമായിട്ട് സന്ധ്യയപ്പോൾ കാണുന്നുണ്ട്. ചുമ്മാ കിടന്ന് കൂവിക്കൊണ്ടിരിക്കും. ഇന്ന് 6:30-6:45 എന്നിട്ട് നല്ല വെട്ടമുണ്ട് കേട്ടോ മുറ്റത്ത്. ചിലപ്പോൾ നേരത്തെ അങ്ങ് ഇരുട്ടുവേ. ഞാൻ 6:15 കഴിയുമ്പോഴത്തേനും വിളക്കങ്ങ് കത്തിച്ചു. അല്ലെങ്കിൽ ചില ദിവസം 6:30 ആയിട്ടാണ് കത്തിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ട് നല്ല വെട്ടം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ തുളസിപ്പൂവിൻ്റെ ഇത് അപ്പടി കതിരായിട്ട് നിൽക്കുന്നത് അതും കൂടെ അങ്ങോട്ട് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ കരോട്ട പട്ടിക്കുഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ച. അവരവിടെ ഇല്ലെന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു. അതുകൊണ്ട് അവന് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കിടന്ന് അലറും അത് കിടന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ചുമ്മാ താഴെ നിന്നപ്പോൾ ഒരു രസം അങ്ങനെ അങ്ങോട്ട് എടുത്തതാണ്. ഞാൻ ഫോൺ കൊണ്ടുപോയി മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് പോയി ആ തുളസിക്കതിലൊക്കെ ഒന്ന് നുള്ളിക്കളയട്ടെ. അപ്പോൾ ഫുഡടിക്കൊക്കെ കഴിഞ്ഞ് വന്നു. സാമ്പ്രാണി കത്തിയിലാണ് പരിപാടി കേട്ടോ. സാമ്പ്രാണി എടുത്തു കത്തിച്ചു വെച്ചു. എന്നാന്നറിയോ, 24 മണിക്കൂർ സാമ്പ്രാണി കത്തിച്ചു വെച്ചാൽ അത്രയും സന്തോഷം. എനിക്കറിയത്തില്ല. പെരക്കകത്ത് വരുമ്പോൾ നല്ല ചേട്ടായി ഇങ്ങോട്ട് തിരിഞ്ഞ്. ഇന്ന് ചേട്ടായി ഇവിടെ വന്ന് കയറി. ഇപ്പം ഫുഡ് കഴിച്ചു. എല്ലാം പെരക്കകത്തോടെയൊക്കെ നടന്നു. ചേട്ടായിക്ക് പെരക്കകത്ത് കേട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ആ സെറ്റി കവർ മാറ്റിട്ടുണ്ടോ? ഓക്കെ ശരി. വേറെ അല്ലാണ്ടൊന്നും തോന്നിയില്ലേ? ഭിത്തിയിലോട്ടൊക്കെ ഒന്ന് നോക്കിക്കേ. ഭിത്തിക്കൊന്നും ഒരു വ്യത്യാസം ഇല്ലേ? പൊളിച്ചു കളിച്ചിട്ട് അടിച്ചോ? കണ്ടായിരുന്നു, മനസ്സിലായോ? ആ പുട്ടിയും കിട്ടിയതെന്താ എനിക്കറിയോ? അയ്യോടാ മോനെ, നമ്മുടെ റൂമിൽ ചെന്ന് ലൈറ്റ് ഇട്ട് ആ റൂമിലും പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ഓർത്ത് വരുന്നത് കണ്ടുപിടിക്കുമായിരിക്കുന്നേ. അയ്യോ വീടിന് വേണ്ട ഇവിടുന്ന് വരുന്നത് തന്നെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ക്രീനിൻ്റെ അടുത്തൊക്കെ ഇല്ലായിരുന്നോ? പക്ഷെ പുട്ടി വെച്ചോടത്തതാ കറക്റ്റ് ആകാത്ത. ഇവിടുത്തെ ഒരു കുഴപ്പമില്ല, അടിച്ചത് ക്ലിയറായി. പക്ഷെ അയ്യോ എന്നാൽ നാളെ പുട്ടി വെക്കാതെ. അല്ല ഞാൻ തന്നെ വെക്കാം. പക്ഷേ പുട്ടി എങ്ങനെ കുഴക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ലെന്നേ ഒരു ചെയ്തേന്. എന്നാലും വൃത്തിയായില്ലേ? അയ്യടാ പോരെ. എന്നിട്ട് കണ്ടുപോലും പിടിച്ചില്ല. അതെ ഇനിയിപ്പം വരാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ മൊത്തം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നമുക്ക് നീളത്തിൽ ഫുള്ള് അതെയായിരുന്നു. ക്ലോക്കിൻ്റെ ഏകദേശം താഴെയായിട്ട്. ഇപ്പം അത് അറിയത്തേ ഇല്ല. അതറിയുന്നില്ല അല്ലേ? അല്ല ഇന്നലത്തെ ബാക്കിയായിട്ട് വീണ്ടും പരിപാടി തുടങ്ങി. എന്നാന്നറിയോ, ഇവിടെയൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂപ്പലുമാരിയൊക്കെ ഉണ്ടായിരുന്നത് വലിയ കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് 2 കുഴി മാതിരി വെള്ള അടിച്ചെന്ന് പറഞ്ഞാലും 2 കുഴി. പിന്നെ ഇത് പുട്ടി ഇട്ടിട്ട് ചെയ്യുമായിരുന്നു. ഈ ഒന്നുകൂടെ നല്ലതായിരുന്നു. അപ്പോൾ ചേട്ടാ എന്നെ കുറ്റമൊന്നും പറഞ്ഞില്ല, നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ നമുക്കെന്താ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഇച്ചിരി പുട്ടി തേച്ച് വെച്ചിട്ട് ഒന്നുകൂടെ അടിച്ച് നോക്കാം. അതുകൊണ്ട് അടുത്താണ് കളി. നമ്മൾ പുട്ടി വരെ കൂടെ വേണ്ടി വന്നാൽ ഇടും അല്ലേ? അയ്യോ ആ തങ്കച്ചി ഞാൻ ഇവിടെ വന്ന് ആദ്യ ദിവസം പുട്ടിയെല്ലാം പോയതെല്ലാം ചിരണ്ടി കളഞ്ഞ് ഒക്കെ റെഡിയാക്കി. പിന്നെയും വന്നപ്പം അതങ്ങനെ തന്നെയായി. ഏതായാലും ഇപ്പം ശരിയാവും തോന്നുന്നു കേട്ടോ. അപ്പം തന്നെ
പുട്ടിയിട്ടിട്ട് നമ്മളൊന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഉണങ്ങുന്നോടെ വരെ വെയിറ്റ് ചെയ്യണം. കാരണം പിന്നെ പെയിന്റ് അടിക്കാൻ ആരെങ്കിലും വിളിച്ചില്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എവിടെ ഉണ്ടെങ്കിലും വിളിച്ചു വരാൻ കേട്ടോ. അല്ല നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത് പിടിക്കുന്നത്, ഓരോ പണിയൊക്കെ അല്ലേ ചെയ്ത് പിടിക്കുന്നത് അല്ലേ. ദൈവമേ, ഇവിടെ അത്യാവശ്യം ഇതിനൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, സാമഗ്രികളെല്ലാം ഉണ്ട്. അതെ, ആ പൂത്ത് അടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് അടിച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അറിയില്ല. ഓക്കെ, ഇന്ന് ഞാനിത് ഇങ്ങനെ കുട്ടപ്പനാക്കി വെച്ചിട്ട് ചേട്ടായി വരുമ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് ചേട്ടായിന്. നമ്മളോടാണ് കളി. ഇങ്ങനെ ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ആ പേപ്പർ വെച്ചൊന്ന് പിടിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്കേ സെറ്റായിക്കോളും. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ സാൻഡ് പേപ്പർ വെച്ച് ഇച്ചിരി ഇരിക്കൊണ്ടോ പൊക്കോളൂല്ലോ, വെച്ച് പിടിച്ചിട്ട് നമുക്ക് വൈറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ ഒക്കെ ഇച്ചിരി ഉണ്ടായിരുന്നുണ്ടൊക്കെ ഞാൻ തേച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ. നമ്മളിവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത. അതുകൊണ്ട് ഫാൻ ഓണാക്കി വെച്ചേക്കുക. എനിക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഞാൻ വലിയ കാര്യത്തിൽ ഇവിടെ പുട്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്നേരത്തിൽ ചേട്ടായി വിളിച്ചു, നീ എന്നെ എടുക്കും അടി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. എന്നാ ഞാൻ ഇച്ചിരി പച്ചക്കപ്പ ഇച്ചിരി ബീഫും മേടിച്ചു കൊടുത്തു വിട്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടായിക്ക് ഷുഗറല്ലേ. ഓ ഷുഗറൊന്നും ഇല്ലല്ലോ ഇപ്പം, ഈ പ്രാവശ്യം നോക്കിയപ്പോൾ ഷുഗർ ഇല്ല. 140 കണ്ട് വന്നു, അതാ കുളിയിൽ നിന്നെ കണ്ട് ഉണ്ടായതാ. എന്നെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമോ ചേട്ടായി 2 ആഴ്ച അടുപ്പിച്ച് കപ്പ തിന്നാതെ. എന്നും കപ്പ കൊടുക്കാമെങ്കിൽ അത്ര ഇഷ്ടം കേട്ടോ. അന്നേരത്തിന് ഞാൻ പറഞ്ഞു കുറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതാക്കണോ എന്ന് പറയാം. ഇപ്പോൾ കുറവില്ലടി, കൊതി വരുമോ ഇച്ചിരി കപ്പയും ഇച്ചിരി ബീഫും തിന്നാന്ന്. എന്നിട്ട് മേടിച്ചൊക്കെ വെച്ചിട്ടാ എന്നെ വിളിച്ചേക്കുന്നത്. എന്നിട്ട് ദേ ഫോട്ടോയ്ക്ക് കൊടുത്തു വിട്ടേക്കുക. കുറച്ചേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ, ഇച്ചിരി കപ്പയും ഇച്ചിരി ബീഫും. പിന്നെ കോഴിത്തീറ്റ ഇല്ലായിരുന്നു, ഇന്നലെ വൈകിട്ട് മറന്നുപോയി ആൾ മേടിച്ചുകൊണ്ട് വരെ. അപ്പോൾ കോഴിത്തീറ്റ കൂടെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കോഴിത്തീറ്റയൊക്കെ കോഴിക്ക് കൊണ്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം ഞാൻ ഇവനെ ഒന്ന് റെഡി ആക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നേരം അവിടെ നന്നായിട്ട് ഉണങ്ങുമല്ലോ. അപ്പം വീണ്ടും വളയിട്ട കൈകൾ ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ടൊക്കെ തന്നെയാണെങ്കിലും വെളുത്തുക പൊക്കുക അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു കാര്യമായിട്ട് നമ്മളങ്ങ് എടുക്കണം കേട്ടോ. എന്നാ സിന്ധുമയെ കാണിക്കുന്നേ, ആ പപ്പായോട് സിന്ധുമയെ കൊല്ലാതെ വെച്ചേക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ ശരി. നമ്മൾ എന്ത് പണിയാണെങ്കിലും നമുക്ക് ചെയ്യാനൊരു മനസ്സും നമ്മുടെ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തേക്കുക. ആരും ഇത് നോക്കരുത്. ചേട്ടാ ഇവിടെ ഇരിക്കുമ്പോഴാണ് അത് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ചേട്ടാ പറയും വേറെ പണിയൊന്നും ഇല്ല സിന്ധു, അത് നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല, വേറെ കാര്യം നോക്ക് എന്ന് പറയും. അപ്പം മനസ്സ് പഠിപ്പിക്കും. മനസ്സ് പഠിപ്പിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സ്വന്തമായിട്ടത് ചെയ്യും. ഒന്ന് ഇച്ചിരി ഭംഗിക്കുറവ് കാണും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം ഇനി പറയാനുള്ളൂ, എങ്ങനെയാണേലും ഞാൻ ജീവിക്കും. അപ്പം നിങ്ങളൊക്കെ മര്യാദയ്ക്ക് എന്നെ പുട്ടിയിടാനോ പെയിൻ്റ് അടിക്കാനോ വൈറ്റ് വാഷ് ചെയ്യാനോ ഒക്കെ വിളിക്കുക. അത് മര്യാദയുടെ ഭാഷ വിളിക്കുകയും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇതുണ്ട് ഇവിടെ പല്ലി. ഇന്നലെ ചേട്ടായി വന്നിട്ട് കിട്ടിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ പല്ലി അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. പല്ലി എന്നോട് അവിടെ ഇച്ചിരി ഇത് കാണിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇച്ചിരി അങ്ങ് തേച്ച് കൊടുത്തു. എന്നിട്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് തേക്കണേ. ഇച്ചിരി താഴെ വീണു അന്നേരം തുടച്ചേക്കണമെങ്കിൽ പിന്നെ ഇനി പണിയായിരുന്നു. നമുക്ക് ഇനി പണിതും ചെയ്യാൻ സമയമില്ല അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുണിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി പണി കൃത്യമായിട്ട് പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങളെന്നെ വിളിക്കണം. എനിക്ക് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല, എങ്ങനെയെല്ലാം പണി ചെയ്ത് ജീവിക്കണം. അതുകൊണ്ട് പുട്ടിയിടാനോ ഒന്നുകൂടെ ഞാൻ പറയാനോ പുട്ടിയിടാനോ പെയിൻ്റ് അടിക്കാനോ വൈറ്റ് വാഷ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ നിന്നാണെങ്കിലും വിളിക്കാം, ഞാൻ വന്ന് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അത് മര്യാദയ്ക്ക് വിളിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കൂടെ ചെയ്ത് തരട്ടെ. ഇവർക്കൊക്കെ ചെയ്ത് കുളിക്കാൻ പോവാണ് കേട്ടോ. പൊടിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കുക്കറോടെ ഇപ്പോൾ ചീറ്റും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂടെ എല്ലാ വെൽബട്ടനോട് ഇടിച്ചു കൊടുക്കുക. എല്ലാവർക്കും ടാറ്റാ.